أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. نحمده ونصلي على رسوله الكريم أما بعد. ബഹുമാന്യരും സ്നേഹസമ്പന്നരുമായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്വബാഹുൽ ഖൈർ, അഫ്കാറു സ്വബാഹ്, ശുഭദിനം, പ്രഭാത ചിന്തകൾ എന്ന വിശുദ്ധ ഖുർആൻ ഹദീസ് ഉത്ബോധന ക്ലാസ്സിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രഭാതം അല്ലാഹുവിൽ നിന്നുമുള്ള അനുഗ്രഹങ്ങളും ശാന്തിയും സമാധാനവും നാം എവരിലും വർഷിക്കുവാൻ കാരണമാക്കി തീർക്കുമാറാകട്ടെ. എല്ലാവിധ അപകടങ്ങൾ, അത്യാപത്തുകൾ, ദുരന്തങ്ങൾ, മുസീബത്തുകളിൽ നിന്നും പടച്ച തമ്പുരാൻ നാം എവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ബഹുമാനികളെ, കഴിവിൻ്റെ പരമാവധി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ജീവിക്കുവാൻ വേണ്ടി പരിശ്രമിക്കണമേ എന്ന് ആമുഖമായി ഉണർത്തുന്നു, ഉത്ബോധിപ്പിക്കുന്നു. അള്ളാഹു നാം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനും അള്ളാഹുവിൻ്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൻ്റെ സർവ്വ മേഖലകൾക്കും വേണ്ടുന്ന ഉത്ബോധനങ്ങൾ, ഉപദേശ നിർദ്ദേശങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. വിശിഷ്യ വിശ്വാസികളുടെ ഇടയിൽ സാഹോദര്യബന്ധവും സ്നേഹവും ഐക്യവും ഉണ്ടാക്കി തീർക്കുന്ന ഒട്ടനവധി തിരുഹദീസുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു വെച്ചിട്ടാണ് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയത്. സാഹോദര്യബന്ധം, പരസ്പരമുള്ള സ്നേഹബന്ധം നിലനിർത്തുന്നതിൻ്റെ ഭാഗമായുള്ള ഒട്ടനവധി ഹദീസുകൾ നമുക്ക് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. അതിൽ പ്രബലമായ ഒരു ഹദീസ് ഗ്രന്ഥം റവാഉൽ ഇമാം മുസ്ലിം നിന്നും റിപ്പോർട്ട് ചെയ്യുന്ന ഒരു തിരു ഹദീസ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم لا تدخلون الجنة حتى تؤمنوا ولا تؤمنوا حتى تحابوا أولا أدلكم على شيء إذا فعلتموه تحاببتم أفشوا السلام ബൈനക്കും. അള്ളാഹുവിൻ്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരു അധരങ്ങളിൽ നിന്നും മൊഴിഞ്ഞ ഒരു ഹദീസാണ് ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ ക്ഷണിക്കുന്നത്. പ്രഗത്ഭനായ സ്വഹാബി അബൂ ഹുറൈറ റളിയല്ലാഹുവിൽ നിന്നും നിവേദനം ചെയ്യുന്ന ഹദീസ്. അവിടുന്ന് പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ തദ്ഖുലൂനൽ ജന്നത, നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല, ഹത്താ തുഅ്മിനു, ഏതുവരെ? നിങ്ങൾ വിശ്വസിക്കുന്നത് വരെ, നിങ്ങൾ വിശ്വാസിയാകുന്നത് വരെ ഒരിക്കലും നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നുള്ളതാണ്. ഞാൻ മുമ്പും സൂചിപ്പിച്ചതുപോലെ ഇസ്ലാമികമായ അമലുകൾ, അള്ളാഹുവിനുള്ള ബാധ്യതകളിൽ ഏതെങ്കിലും പോരാക്കുറകളുണ്ട് എങ്കിൽ അള്ളാഹു അത് വിട്ടുവീഴ്ച ചെയ്യും, അള്ളാഹു ഉദ്ദേശിച്ചാൽ. പക്ഷേ വിശ്വാസത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള കാപട്യം വന്നുകൂടിയാൽ അള്ളാഹു ഒരിക്കലും നമുക്ക് അള്ളാഹുവിൻ്റെ മുമ്പിൽ രക്ഷപ്പെടാൻ സാധ്യമല്ല, സ്വർഗത്തിൽ പ്രവേശിക്കുവാനും സാധ്യമല്ല. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ വിശ്വാസി, വാരിയെല്ല് കൊണ്ട് മൂടപ്പെട്ട ഹൃദയാന്തരങ്ങളിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസവും അവൻ്റെ പ്രവാചകനെ കുറിച്ചുള്ള വിശ്വാസവും അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിലുള്ള വിശ്വാസവും മരണാനന്തര ജീവിതവുമുള്ള ആ വിശ്വാസത്തിൽ കലർപ്പില്ലാത്ത പൂർണ്ണ പരിശുദ്ധനായ വിശ്വാസി, അങ്ങനെയുള്ള വിശ്വാസികൾക്ക് മാത്രമേ സ്വർഗീയ പ്രവേശനം ലഭ്യമാകുകയുള്ളൂ എന്നാണ് ഈ ഹദീസ് നമ്മെ ഉത്ബോധിപ്പിക്കുന്നത്. അപ്പോൾ വിശ്വാസിയാകുന്നത് വരെ നിങ്ങളിൽ ആരും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു, വല തുഅ്മിനു,
ഹത്താ തഹാബു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നത് വരെയും നിങ്ങളിൽ ആരും പൂർണ്ണ വിശ്വാസിയാകുകയില്ല. അപ്പോൾ ഒന്ന് അള്ളാഹുവിൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ പിന്നെ വിശ്വാസികളുടെ ഇടയിൽ അവർ വലാ തുഅ്മിനു ഹത്താ തഹാബു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. പരസ്പരമുള്ള ആ സാഹോദര്യ ബന്ധം ഈമാനിന്റെ ഭാഗമാണ് എന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അങ്ങനെ പരസ്പരം സ്നേഹിക്കുന്നത് വരെ നിങ്ങളിൽ ആരും പൂർണ്ണ വിശ്വാസിയാകുകയും ഇല്ല. എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു, അവല അദുല്ലുക്കും അലാ ഷൈഇൻ, നിങ്ങൾക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ അറിയിച്ചു തരട്ടെയോ? സ്വഹാബാക്കളോട് പറയുകയാണ്, നിങ്ങൾക്കൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ അറിയിച്ചു തരട്ടെയോ? ഇദാ ഫഅൽതുമു, അത് നിങ്ങൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ, തഹാബബത്തും, നിങ്ങളുടെ ഇടയിൽ പരസ്പര സ്നേഹവും ഐക്യവും സാഹോദര്യവും ഉണ്ടായി തീരുന്നതാണ്. എന്നിട്ട് പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, എന്താണ് ആ നിങ്ങളുടെ ഇടയിലുള്ള പരസ്പര സ്നേഹവും സാഹോദര്യവും ഉണ്ടാക്കി തീർക്കുന്നതിന്റെ ഘടകം എന്താണെന്നറിയോ? അഫ്ഷുസ്സലാമ ബൈനക്കും, നിങ്ങളുടെ ഇടയിൽ നിങ്ങൾ സലാം പ്രചരിപ്പിക്കണം. ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിയെ കാണുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറയണം എന്നുള്ളതാണ്. അതിന്റെ ചുരുക്കമാണ് അസ്സലാമു അലൈക്കും. പിന്നെ വറഹ്മത്തുള്ളാഹി, അതുപോലെ തന്നെ വബറകാത്തു എന്നീ രണ്ട് പദം കൂടി ചേർക്കുമ്പോൾ അത് പൂർണ്ണമാണ്. അപ്പോൾ നമ്മൾ അതിന്റെ ചുരുക്കം നമ്മൾ പരസ്പരം കാണുമ്പോൾ അസ്സലാമു അലൈക്കും, അള്ളാഹുവിൽ നിന്നുള്ള സമാധാനം ശാന്തി നിങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് ഒരു വിശ്വാസി പരസ്പരം വിശ്വാസികൾ കാണുമ്പോൾ അവർ പരസ്പരം സലാം പറയണം. അതുപോലെ തന്നെ സലാം മടക്കണം എന്നുള്ളതാണ്. സലാം പറയൽ സുന്നത്തുമാണ്, സലാം മടക്കൽ നിർബന്ധ ബാധ്യതയുമാണ്. അപ്പോൾ പരസ്പരം കാണുമ്പോൾ അസ്സലാമു അലൈക്കും എന്നെങ്കിലും ചുരുക്കം പറയണം. ഇനി അതിന്റെ പൂർണ്ണ രൂപമാണ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു, അള്ളാഹു നിന്നുള്ള രക്ഷ നിങ്ങൾക്കുണ്ടാകട്ടെ, വബറകാത്തു, അള്ളാഹു നിന്നുള്ള അനുഗ്രഹവും നിങ്ങൾക്കുണ്ടാകട്ടെ. അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു, അപ്പൊ അനുഗ്രഹവും അള്ളാഹു നിന്നുള്ള ശാന്തിയും സമാധാനവും ഒക്കെ നിങ്ങളിൽ ഉണ്ടാകട്ടെ എന്നാണ് ആ സലാമിന്റെ അർത്ഥം. അത് നമ്മൾ പ്രാവർത്തികമാക്കണം. അതാണ് നമ്മുടെ വിശ്വാസികളുടെ സംസ്കാരം. ഇസ്ലാമിക മൂല്യങ്ങൾ മുറുകെ പിടിക്കുന്ന വിശ്വാസികൾ എന്ത് ചെയ്യണം? പരസ്പരം സലാം പറയണം, അല്ലേ? അല്ലാതെ നമ്മളിപ്പോൾ മോഡേൺ സംവിധാനം ഉണ്ടല്ലോ, ഗുഡ് മോർണിംഗ്, അതുപോലെ തന്നെ ഗുഡ് നൈറ്റ്, ഗുഡ് ഈവനിങ്, ഇങ്ങനെയൊക്കെ പറയുന്ന വാക്കുകൾ അതൊക്കെ മോഡേൺ ആണ്. അപ്പോൾ ഇതിൽ യഥാർത്ഥത്തിൽ അതിൻ്റെ പ്രായോഗികത എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു വിഷമിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ മുമ്പിൽ, അല്ലെങ്കിൽ സന്തോഷത്തിലിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ മുമ്പിലൊക്കെ എപ്പോഴും അതിൻ്റെ പ്രാക്ടിക്കലായി പ്രായോഗികമായി പറയാൻ കഴിയുന്ന ഒരു വാക്കാണ് അള്ളാഹു എന്നുള്ള ശാന്തി സമാധാനം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പരസ്പരം പറയുക. അത് പരസ്പരം കണ്ടുമുട്ടുമ്പോഴും അതുപോലെ തന്നെ പരസ്പരം ആ കണ്ടുമുട്ടലിന് ശേഷം നമ്മുടെ സുഖവിവരങ്ങൾ അന്വേഷിച്ച ശേഷം നമ്മൾ പിരിയുമ്പോഴും ഒക്കെ നമ്മൾ പരസ്പരം സലാം പറയണം. അതുപോലെ തന്നെ നമ്മൾ ഏതൊരു കാര്യം അഭിസംബോധന ചെയ്യുന്ന സന്ദർഭത്തിൽ സലാം കൊണ്ട് നമ്മളത് സംബോധന ചെയ്യുകയും, അതുപോലെ തന്നെ നാം പറഞ്ഞ കാര്യങ്ങൾ അവിടെ നിർത്തുമ്പോൾ അതിൽ നിന്നും വിരമിക്കുമ്പോൾ അവിടെയും സലാം പറഞ്ഞുകൊണ്ട് വിരമിക്കലും പ്രത്യേകമായ ഒരു ശ്രേഷ്ഠതയാണ്. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ സുന്നത്താണ് എന്ന് നാം മനസ്സിലാക്കണം. അപ്പോൾ നാം ഈ പ്രഭാതത്തിൽ മനസ്സിലാക്കിയ ഈ ഹദീസ് എന്താണ്? നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക, അത് വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അതുപോലെ തന്നെ പരസ്പരമുള്ള സലാം പറയൽ അത് വിശ്വാസത്തിൻ്റെ ഘടകമാണ് എന്നൊക്കെയാണ് ഈ ഹദീസ് പഠിപ്പിക്കുന്നത്. അങ്ങനെയുള്ള വിശ്വാസികൾ മാത്രമേ സ്വർഗത്തിൽ കടക്കുകയുള്ളൂ. ലാ തദ്ഖുലൂനൽ ജന്നത ഹത്താ തുഅ്മിനൂ, നിങ്ങൾ പരസ്പരം വിശ്വസിക്കുന്നത് വരെ, സ്നേഹിക്കുന്നത് വരെ ഒക്കെയാണ് നിങ്ങൾ സ്വർഗത്തിൽ കടക്കുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ പരസ്പരം സ്നേഹിക്കുകയും പരസ്പരം സലാം പറയുകയൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മുടെ സഹോദര ബന്ധവും ഐക്യവും അത് ശക്തിപ്പെടുന്നത് എന്നാണ് ഈ ഹദീസ് നമ്മോട് ഉണർത്തുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഈ പ്രഭാതത്തിൽ കേട്ട ഈ ഹദീസിൻ്റെ ഒക്കെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങളും ജീവിതത്തിൽ ഒരുപാട് പരിവർത്തനങ്ങളും ഉണ്ടാക്കുവാൻ ഈ തിരു ഹദീസുകൾക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ.
നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും അള്ളാഹു മാറ്റി തരുമാറാകട്ടെ. നല്ല ഒരു അനുഗ്രഹത്തിൻ്റെയും സലാമത്തിൻ്റെയും ശാന്തിയുടെയും പ്രഭാതത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഊസിക്കും ബിദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.